പുതിയ സംവിധായകൻ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അപ്പോൾ അതേപോലെ തുടക്കം സിജോ കുറേ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പോൾ ഷൂട്ടിംഗ് സമയത്താണെങ്കിലും സിജോ പറയുന്ന സജഷൻസ് കേൾക്കാനായിട്ട് പല സൈഡിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ വളരെ കുറവായിരുന്നു. ഇവൻ പുതിയ സംവിധായകൻ ഇവൻ ഇത്രയും പറയാറായോ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഒരു സിനിമ എപ്പോഴും ഒരു ഡയറക്ടേഴ്സ് ക്രാഫ്റ്റാണ്. അപ്പോൾ ഒരു ഡയറക്ടർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡയറക്ടർ ചിന്തിക്കുന്ന രീതിയിൽ എന്താണെന്ന് കൺസീവ് ചെയ്യാൻ മറ്റുള്ളവർക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ സിജോ എനിക്ക് തോന്നുന്നു സിജോ പ്രതീക്ഷേൻ്റെ ഒരു 70% പോലും ഈ സിനിമ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ സിനിമ. പക്ഷേ എന്നിട്ട് ഈ സിനിമ നന്നായിട്ട് പോയി. അത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ സിജോയ്ക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ഒരു പുതിയ സംവിധായകന് കിട്ടേണ്ട സപ്പോർട്ട് എല്ലാ രീതിയിൽ നിന്നും സിജോയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടി മനോഹരമായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാവരും എല്ലാ പുതിയ സംവിധായകരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞോളം ഇതൊരു സിജോയുടെ സിനിമയാണെങ്കിൽ നമ്മൾ ചുമ്മാ പൈസയ്ക്ക് വേണ്ടി സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ സിനിമ ചെയ്തത്. ഈ സിനിമ നമ്മുടെ എല്ലാവരുടെയും സിനിമയായിട്ട് തന്നെ കൺസിഡർ ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇതിനകത്തൊരു ജയം തോൽവിനേക്കാൾ ഉപരിയായിട്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യുക, ഈ സിനിമ നല്ല രീതിയിൽ നല്ല ഡിസ്ട്രിബ്യൂഷനോടുകൂടി തിയേറ്ററിലെത്തുക, നല്ല പബ്ലിസിറ്റിയോടുകൂടി എത്തുക, നല്ല പാട്ടുകൾ ഉണ്ടാവുക, നല്ല ട്രെയിലേഴ്സൊക്കെ നന്നായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്കായിട്ട് തന്നെയാണ് സിനിമ ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു ടീം വർക്കാണ് സിനിമ. അത് നല്ല ആൾക്കാർ ആ ടീമിലുണ്ടാവുക, കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു സിനിമയുടെ വിജയം. ഫാമിലിക്ക് കാണേണ്ട സിനിമകളാണ് നല്ലതെന്ന് തോന്നുന്നത്. നമ്മൾ അല്ലാത്ത സിനിമകൾ അല്ലെങ്കിൽ ഫാമിലിക്ക് കാണാൻ പറ്റാത്ത സിനിമകൾ കഥ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എനിക്ക് തോന്നിയ പേഴ്സണലായിട്ട് തോന്നിയ ഇതിന് ഞാനും ആദ്യം എഴുത്ത് തുടങ്ങിയ സമയത്ത് തന്നെ ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് തോന്നുന്നു പഴയ ആളുകൾക്ക് നമ്മളെക്കാൾ ഏജുള്ള കുറച്ച് ആളുകൾക്ക് ഒരു ചെറിയൊരു നമ്മളോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. ഈ പുതിയ ആളുകളെല്ലാവരും ഈ കുട്ടിനിക്കറിട്ട് വെള്ളമടിച്ച് മോശം വാക്കുകൾ പറയുന്ന സിനിമകൾ മാത്രം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ പുതിയ പിള്ളേരെ സിനിമ ഒന്നും കാണാൻ വയ്യ, TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ചെയ്യാൻ തോന്നും, അങ്ങനത്തെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഭയങ്കര വാശിയുണ്ടായിരുന്നു. അങ്ങനെ മാത്രമല്ല സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് കാണിച്ചു കൊടുക്കുന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടുകാർക്ക് കാണാൻ പറ്റണം. അപ്പോൾ ഒരു സീനിൽ പോലും അങ്ങനെ ഒരു മോശം വാക്ക് അല്ലെങ്കിൽ ഒരു മോശം ഡയലോഗ്, ഒരു മോശം സീൻ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്, മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ച് തന്നെയാണ്. അങ്ങനെ കഥ ആവശ്യപ്പെടുന്നെങ്കിൽ പോലും അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഒഴിവാക്കായിരുന്നു. അല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാ സിനിമകളും ഇതേപോലെ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എല്ലാ സിനിമകളും ഒരു ക്ലീൻ സിനിമകളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. അപ്പോൾ ചില സിനിമകൾ ആക്ഷൻ സിനിമകൾ വരെ നമുക്ക് ആക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള ആക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ചില സിനിമകളുടെ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്നതനുസരിച്ച് പല രീതിയിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചില വില്ലൻ റോളുകൾ വരികയാണെങ്കിൽ വില്ലൻ റോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ വില്ലൻ്റെ രീതിയിൽ ഞാൻ പെരുമാറേണ്ടി വരും. അപ്പോൾ അതൊരു ഫാമിലിക്ക് വേണ്ടിയിരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും സിനിമയിൽ ചെയ്യേണ്ടി വരും. പക്ഷേ ചെയ്യുന്ന സിനിമയിൽ മാക്സിമം ഇപ്പോൾ നമ്മുടെ കുടുംബമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ വൈഫെല്ലാം കാണാൻ പോകുമ്പോൾ അവർക്ക് ആ സിനിമ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 83 ആണെങ്കിലും അവസാനാണെങ്കിലും അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരു മോശം അപ്പോൾ ഒരു മോശം വാക്കുകളോ മോശം സീനുകളോ ഒന്നും ഇല്ലാതെ ക്ലീനായിട്ട് അവർക്ക് പോയിരുന്ന് കാണാം, അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്ന സിനിമകളാണ്. അപ്പോൾ അത്തരം സിനിമകൾ ചെയ്യുന്നതാണല്ലോ എപ്പോഴും നല്ലത്. അതിനാണ് വെറുതെ മനഃപൂർവ്വം അശ്ലീലം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ക്രിക്കറ്റിൽ എന്താ പറയുക, ഞാൻ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. CCL കളിക്കായിരുന്നു. ഞാൻ 2 സീസൺ CCL കളിച്ചു. ഈ CCL കളിക്കാൻ പറ്റിയില്ല, ബാംഗ്ലൂർ ഡേയ്സിന് ഷൂട്ടിലായിരുന്നു. എന്നാലും കൊച്ചി കളിക്ക് ഞാൻ പോയി. പിന്നെന്താണ് പറയുക, ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ 1983 ഒരു മാച്ച് ഉണ്ടായിരുന്നു, ഒരു 75th ഡേയുടെ ഒരു പ്രോഗ്രാം ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ക്രിക്കറ്റ് കളിക്കാൻ പോയി. പിന്നെ C3 ക്ലബ് ഉണ്ട്, ആക്ടേഴ്സ് ക്രിക്കറ്റ് ഇതുണ്ട്. അതിനൊന്നും ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോകാൻ സാധിച്ചിട്ടില്ല. പിന്നെയുള്ള ദിവസങ്ങളിൽ അതിന് പോകണമെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ക്രിക്കറ്റ് കളി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഡയറക്ടേഴ്സ് ടീമുണ്ട്, സിംഗേഴ്സ് ടീമുണ്ട്, എഡിറ്റേഴ്സ് ടീമുണ്ട്, എല്ലാവർക്കും ടീമുണ്ട്. അപ്പോൾ അവർ തമ്മിൽ മാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പേരുടെ മാച്ചിൻ്റെ റിസൾട്ട് കിട്ടി. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറയാണ് എൻ്റെ മാച്ച് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്രിക്കറ്റിൽ സജീവമാണ്. ആക്ടേഴ്സ് മാത്രമല്ല, എല്ലാ വിഭാഗക്കാരും, സിനിമയിലെ എല്ലാ വിഭാഗക്കാരും ക്രിക്കറ്റിൽ സജീവമാണ്. അത് ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കൊച്ചിൻ ഹനീഫ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒരു കളി മാത്രമല്ല, എൻ്റെ പിന്നിൽ നല്ലൊരു മോട്ടീവും കൂടി ഉണ്ട്. ഡയറക്ടേഴ്സ് ഒരു ടീമുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കയറാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇങ്ങനെ ഡയറക്ടേഴ്സ് ടീമിൽ കയറാം, നീ പോരെ നാളെ അവിടെ കളി ഉണ്ടാവും, ചുമ്മാ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോണതിന് മുമ്പ് ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കളിക്കാൻ പോയതിനാണ് ഈ കാണുന്നത്. അതിൽ കയറാൻ പറ്റിയില്ല എനിക്ക്. കാരണം അവിടെ കളിക്കാൻ പോയ സമയത്ത് കളിച്ച് വീണതല്ല, ഒരു ചക്ക പറിക്കാൻ വേണ്ടി തോട്ടി കുത്തുകയാണ്, അതും പറയണ്ട. അങ്ങനെ ഒടിഞ്ഞ കൈയാണ്. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാച്ച് നടന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോരെ കളി കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പോയി നമ്മൾ കളി തുടങ്ങി ഒരു 10 ഓവർ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ വന്നു. പിന്നെ മഴ കാരണം കളി വേണ്ടെന്ന് വെച്ചു. അപ്പോൾ പോകുന്നു ഞാൻ.
കൈ ശരിയായിട്ട് വേണം കളിക്കാൻ പോകാൻ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒത്തിരി നമ്മൾ എല്ലാ ദിവസവും കാണുന്ന പോലെ സംസാരിക്കുന്നത്. അങ്ങനെ ആർക്കും അങ്ങനെ ഈഗോ ഉള്ള ടീമും ആരും നമ്മുടെ അന്നിന്നിപ്പോൾ കണ്ടില്ല ആരും. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ബന്ധം വളരാൻ ഒത്തിരി സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ക്ലബ്ബൊക്കെ. പിന്നെ നമ്മളെ ഇപ്പോൾ ഇവനൊക്കെയാണെങ്കിൽ എല്ലാ മാസം പടം ഉണ്ടാവും. നമ്മളൊക്കെ സംബന്ധിച്ച് ഒരു സിനിമ ഒരു പണിയിലാണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ ക്രിക്കറ്റ് എന്തെങ്കിലും പണിയാവുമല്ലോ എന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കാം. പുതിയ സിനിമ റിലീസ് ചെയ്യാനുള്ളത് ഇനി ബാംഗ്ലൂർ ഡേയ്സ് ആണ്, മെയ് 9th. ദുൽഖറും ഉണ്ട്. പിന്നെ സിനിമകളുടെ ഷൂട്ടിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ബാക്കി സിനിമകൾ ഇനി മെയ് ജൂൺ. അൽഫോൺസിന്റെ പടം ഉണ്ട് ജൂണിൽ, പ്രേമം. അതിന് മുമ്പ് ചിലപ്പോൾ മാത്രം പറഞ്ഞാണ് എനിക്ക് വേഷം തരാൻ പറഞ്ഞിട്ട് പറ്റിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സിനിമകൾ ഇങ്ങനെ അനൗൺസ് ചെയ്യാറായിട്ടില്ല. പയ്യെ അനൗൺസ് ചെയ്യാം. വളരെ സൂക്ഷിച്ച് പടം ചെയ്യുന്ന ആളാണ്. ഒരുപാട് സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചതിന് ശേഷം കമ്മിറ്റിയുള്ളൂ. അത് ഒത്തിരി ഗുണം ചേർന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ തുടങ്ങാതിരിക്കുന്ന സിനിമ എന്ന് പറയാനായിട്ട് അൽഫോൺസിൻ്റെ ഫിലിമാണ്. അതിന് മുമ്പ് തുടങ്ങാനുള്ള സിനിമയുടെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാവുന്നുള്ളൂ. അപ്പോൾ ഒരു ഷ്യൂറിറ്റി ഉള്ളത് അൽഫോൺസിൻ്റെ ഫിലിമാണ്. അതും പ്രേമമാണ്. അത് എന്താണെന്നറിയില്ല, അൽഫോൺസിന് ഭയങ്കര ആഗ്രഹമാണ് ആ സ്ക്രിപ്റ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അൽഫോൺസിൻ്റെ മനസ്സിൽ അവനെന്തോ നല്ലൊരു വിഷൻ കണ്ടിട്ടുണ്ടാവും. നല്ല രീതിയിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടത്തി വരുന്നത്. അപ്പോൾ പിന്നെ പ്രണയിക്കാമല്ലോ അല്ലേ? നല്ലതാണല്ലോ അതെ അതെ, പ്രേമം നല്ലതാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ന് ഈസ്റ്ററാണ്. ഈസ്റ്ററായിട്ട് നീവിന് ഞാനും കൂടിയിരിക്കുകയാണ് ഓം ശാന്തി ഓശാന എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ. ഓം ശാന്തി ഓശാന എന്ന സിനിമ ഇപ്പോൾ ഇന്ന് 80 ദിവസമായി. അപ്പോൾ ഇനിയും ചിലപ്പോൾ 100 ദിവസം എത്തുമായിരിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുള്ളൂ. നിങ്ങൾ കാശ് കൊടുക്കുന്ന 100 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് 3/4 ഭാഗം നിങ്ങൾക്ക് മുതലാവും, ബാക്കി 1/4 ഭാഗം പോക്കായിരിക്കും. അപ്പോൾ ഇന്ന് ഈസ്റ്ററാണ്, എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കും. ചിക്കൻ, മട്ടൻ ഈസ്റ്റർ ആഘോഷിക്കും എല്ലാവർക്കും. പിന്നെ പോർക്ക്, എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ഈസ്റ്റർ ഇതൊക്കെ കഴിച്ചോളൂ. അപ്പോൾ ആർമാദിക്കും, ഈസ്റ്റർ ആർമാദിക്കും. ഉച്ച കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പോയി ഓം ശാന്തി ഓശാന നാളെ കണ്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും നിവിൻ്റെയും പറഞ്ഞോളൂ. നീയും പറയും. എന്താ ഒരുപാട് സന്തോഷം. ഇപ്പം ഈസ്റ്റർ സ്പെഷ്യലാണ്. 2 സിനിമ നന്നായിട്ട് ഓടുന്നുണ്ട്. ഒരു സിനിമ ഓൾമോസ്റ്റ് 100 days ആയി. ഈ സിനിമ 80 days ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലാണ് ഈ വർഷം. എന്താണ് പറയുക, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുക, വീട്ടുകാരുടെ കൂടെ ഈസ്റ്റർ ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈസ്റ്റർ അവധി ദിവസങ്ങളിൽ സിനിമ കാണാത്തവർ സിനിമ കാണുക.